നവതി വർഷത്തിലൂടെ കടന്നു പോകുന്ന പാമ്പാടി സെൻറ് ജോൺസ് ഓർത്തഡോക്സ് ചെറിയ പള്ളി യുവജന പ്രസ്ഥാനത്തിൻ്റെ ആഭിമുഖ്യത്തിൽ അന്തരം ആശുപത്രിയുമായി ചേർന്ന് നിന്നുകൊണ്ട് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് ഇന്ന് രാവിലെ 9:30 മുതൽ നടത്തപ്പെടുകയാണല്ലോ. ഈ വേളയിൽ വന്നു ചേർന്നിരിക്കുന്ന എല്ലാവരെയും യുവജന പ്രസ്ഥാനത്തിൻ്റെ പേരിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഈ മെഡിക്കൽ ക്യാമ്പിനെ കുറിച്ച് 2 വാക്ക് സംസാരിക്കുന്നതിനായി ബഹുമാനപ്പെട്ട വികാരി റവറൻഡ് ഫാദർ പോൾ എബ്രഹാമിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാവട്ടെ. നമ്മുടെ മെഡിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യുവാൻ തക്കവണ്ണം നമ്മുടെ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് റെജി സക്കറിയ സാറ്, നമ്മുടെ പഞ്ചായത്തിൻ്റെ ഈ വാർഡിലെ മെമ്പറായിരിക്കുന്ന ശ്രീമതി ഉഷാകുമാരി, PS ഉഷാകുമാരി, അതുപോലെ മന്ദിര ഹോസ്പിറ്റലിലെ ഡോക്ടർമാർ, നഴ്സുമാർ, അവരുടെ സന്നദ്ധ പ്രവർത്തകർ, മാതാപിതാക്കളെ, സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, ഈ ദേവാലയം സ്ഥാപിതമായിട്ട് 90 വർഷം ആകുകയാണ്. പരിശുദ്ധനായ പാമ്പാടി തിരുമേനി ആദ്യ കുർബാന അർപ്പിച്ചാണ് ഈ ദേവാലയം സ്ഥാപിച്ചത്. ഈ ദേവാലയത്തോട് ആരംഭിച്ച അന്ന് മുതൽ ഇന്ന് വരെയുള്ള ആ പ്രവർത്തനങ്ങളെ നന്ദിയോടെ ഇടവക ഓർക്കുകയും ഈ നവതി വർഷം ദൈവസന്നിധിയിൽ ഒരു സമർപ്പണത്തിൻ്റെയും ഒരു കൃതജ്ഞതയുടെയും വർഷമായി നാം ഈ നവതി വർഷത്തെ പ്രഖ്യാപിക്കുകയുണ്ടായി. അതിൻ പ്രകാരം ഈ ദേവാലയത്തിനൊരു പുനർസമർപ്പണത്തിൻ്റെയും അതുപോലെ തന്നെ നമ്മൾ ഈ നാട്ടിലായിരിക്കുമ്പോൾ ഈ സമൂഹത്തിന് പ്രയോജനകരമായ രീതിയിലുള്ളതായ ശുശ്രൂഷകൾ നിറവേറ്റുവാൻ തക്കവണ്ണമുള്ള തീരുമാനം കഴിഞ്ഞ വർഷത്തെ പൊതുയോഗത്തിൽ നാം കൈക്കൊള്ളുകയും അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ ഓരോന്നായി നാം പൂർത്തീകരിക്കപ്പെടുകയും ചെയ്യുകയാണ്. ഇനി അവശേഷിക്കുന്നത് ഈ മെഡിക്കൽ ക്യാമ്പാണ്. ഈ ക്യാമ്പുമായി ബന്ധപ്പെട്ടപ്പോൾ മന്ദിരം ആശുപത്രിയുടെ ചുമതലക്കാരോട് ആവശ്യപ്പെട്ടപ്പോൾ വളരെ സന്തോഷത്തോടെ ഈ ക്ഷണം സ്വീകരിക്കുകയും പ്രത്യേകമായി നമ്മൾ പല ഹോസ്പിറ്റലിലും നടത്തുന്നത് മെഡിക്കൽ ക്യാമ്പ് എന്ന് പറയുമ്പോൾ ഒഫ്താൽമോളജിയാണ് കൂടുതലായി നടത്തപ്പെടുന്നത്. എന്നാൽ ആശുപത്രി മുഴുവനായി, ആശുപത്രിയുടെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഈ ക്യാമ്പിൽ വന്ന് പങ്കെടുക്കുന്നു എന്നുള്ളത് വളരെ എടുത്തു പറയേണ്ടതായ ഒരു കാര്യമായി നാം കാണുന്നു. ജനറൽ മെഡിസിൻ, അതുപോലെ ഓർത്തോ, സർജറി, അതുപോലെ ഗൈനി, ഓർത്താൽമോളജി എന്നുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളെല്ലാം ഇതിലെ പ്രമുഖരായ ഡോക്ടർമാരും ഇന്ന് നമ്മോടൊപ്പം ആയിരിക്കുകയാണ്. അത് നമുക്കൊരു വലിയ ഒരു സന്തോഷവും അതുപോലെ ഈ നാടിനൊരു അനുഗ്രഹവുമാണ്. പ്രത്യേകമായി ആശുപത്രിയുടെ ഇതുപ്രകാരമുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളെ ശ്ലാഘിക്കുന്നു. ആ ആശുപത്രിയോടുള്ളതായ എല്ലാ സ്നേഹവും ആദരവും ഓർപ്പിച്ചുകൊണ്ട് ഇന്ന് ഈ മെഡിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യുന്നത് നമുക്ക് ഏറ്റവും പ്രിയങ്കരനായി നമ്മുടെ ദേശത്തിൻ്റെ ഒരു അഭിമാനമായിരിക്കുന്ന അഡ്വക്കേറ്റ് റെജി സക്കറിയ. അദ്ദേഹത്തെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. അദ്ദേഹം ഇപ്പോൾ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിലെ സിൻഡിക്കേറ്റ് അംഗമാണ്. അതോടൊപ്പം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഫണ്ട് അനുവദിക്കുന്ന കമ്മിറ്റിയുടെ ചെയർമാനാണ്. ആ നിലയിൽ വളരെ ഭാരിച്ച ഉത്തരവാദിത്തങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ സേവനങ്ങൾ, ശുശ്രൂഷകൾ എപ്പോഴും അദ്ദേഹത്തെ എല്ലാവർക്കും സ്വീകരിക്കാനും അല്ലെങ്കിൽ അടുത്ത് ചെന്ന് കാര്യങ്ങൾ പറയുവാനും, ചെന്ന് കാര്യം പറയുന്നവർക്ക് അതിൻ്റെതായ രീതിയിൽ അദ്ദേഹത്തിന് ആവുന്ന നിലയിൽ ആ കാര്യങ്ങളൊക്കെ നിർവഹിച്ചു കൊടുത്ത് നമ്മോടൊപ്പം ആയിരിക്കുന്ന, നമ്മുടെ ഒരു അംഗമായിരിക്കുന്ന ബഹുമാനപ്പെട്ട റെജി സക്കറിയ സാറിനെ വളരെ ആദരവോടും സ്നേഹത്തോടും കൂടി ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം നമ്മുടെ പാമ്പാടി പഞ്ചായത്തിൻ്റെ 7ാം വാർഡിലെ മെമ്പറായിരിക്കുന്ന, അല്ലെങ്കിൽ ഈ ദേവാലയ സ്ഥിതി എന്ന ഭാഗത്തെ മെമ്പറായിരിക്കുന്ന PS ഉഷാകുമാരി, ഞാൻ ഈ ദേവാലയത്തിൽ 1.5 വർഷമായി ഈ ജനങ്ങളിൽ നിന്നൊക്കെയും കേൾക്കുന്നതായ വളരെ നല്ലൊരു അഭിപ്രായം, പാർട്ടിയോ മറ്റൊന്നുമല്ല, ഈ മെമ്പർ എല്ലാ കാര്യങ്ങളിലും ജനോപകാരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ള നല്ല ഒരു പേരാണ് എനിക്ക് കേൾക്കുവാനിടയാകുന്നത്.
ശ്രീമതി ഉഷാകുമാരിയെ വളരെ ആദരവും സ്നേഹത്തോടും കൂടി ഈ ദേവാലയത്തിലേക്കും ഈ യോഗത്തിലേക്കും സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ആശുപത്രിയെ പ്രതിനിധീകരിച്ച് വളരെ പ്രഗത്ഭരായ ഡോക്ടർമാരാണ് ഇന്ന് ഈ ക്യാമ്പിൽ നേതൃത്വം നൽകുന്നത്. ബഹുമാനപ്പെട്ട കിരൺ ഡോക്ടർ നമ്മോടൊപ്പം ഉണ്ട്. ആശുപത്രിയുടെ എല്ലാ സ്റ്റാഫിനെയും പ്രതിനിധീകരിച്ചുകൊണ്ട് ഈ ആശുപത്രിയുടെ എല്ലാ ഡോക്ടർമാരെയും അതുപോലെ സ്റ്റാഫിനെയും മറ്റെല്ലാ പ്രവർത്തകരെയും നമുക്ക് കാര്യങ്ങൾ ക്രമീകരിച്ചെന്ന നോബിൻ എന്ന് പറയുന്നതായ ആ വ്യക്തിയെയും വളരെ ആദരവോടും സ്നേഹത്തോടും കൂടി ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് അതുകൊണ്ട് ഈ സംബന്ധിക്കുന്ന എല്ലാവർക്കും ഇതൊരു അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു അച്ഛ. അടുത്തതായി ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് 2 വാക്ക് സംസാരിക്കുന്നതിനായി MG യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് മെമ്പറും കേരള അർബൻ ആൻഡ് റൂറൽ ഫൈനാൻസ് കോർപ്പറേഷൻ ചെയർമാനുമായ അഡ്വക്കേറ്റ് റജി സക്രിയയെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. നമ്മുടെ ഈ ഉദ്ഘാടന യോഗത്തിൻ്റെ അധ്യക്ഷൻ വന്ധ്യ വികാരി പോളച്ചൻ, ഇവിടെ മുഖ്യപ്രഭാഷണം നടത്തുന്ന പാമ്പാടി ഗ്രാമപഞ്ചായത്തിൻ്റെ ആദരണീയായ മെമ്പർ, നമ്മുടെ വാർഡിനെ പ്രതിനിധീകരിക്കുന്ന പ്രിയപ്പെട്ട ഉഷാകുമാരി മാഡം, നമ്മുടെ മാങ്ങാനം മന്ദിരം ആശുപത്രിയിൽ നിന്നും ഇവിടെ എത്തിയിരിക്കുന്ന ഡോക്ടർമാരെ പ്രതിനിധീകരിച്ച് സംസാരിക്കുന്ന ഡോക്ടർ കിരൺ, പള്ളിയുടെ ട്രസ്റ്റി സാജു സാറ്, സെക്രട്ടറിയും സാജു സാറ് തന്നെ, പ്രിയപ്പെട്ട സജു, അതുപോലെ തന്നെ യുവജന പ്രസ്ഥാനത്തിൻ്റെ ഭാരവാഹികളായ വിപിൻ, അരുൺ, മറ്റ് പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, ഏറ്റവും സന്തോഷകരമായ ഒരു ചടങ്ങാണ് നമ്മുടെ ദേവാലയം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. സെൻറ്റ് ജോൺസ് ഓർത്തഡോക്സ് ചെറിയ പള്ളിയുടെ 9 പതിറ്റാണ്ട് നന്മയുടെയും ധന്യതയുടെയും 90 വത്സരം പൂർത്തീകരിക്കപ്പെടുന്ന കാലഘട്ടത്തിൽ വർത്തമാന കാലഘട്ടത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രോഗങ്ങളുടെയും ദുരിതങ്ങളുടെയും മുന്നിൽ പകച്ചു നിൽക്കുന്ന ഒരു ജനതയ്ക്ക് പ്രത്യാശയുടെ പ്രകാശഗോപുരമായി ഇവിടെ നടത്തുന്ന ഈ മഹത്തരമായ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് യുവജന പ്രസ്ഥാനം ഏറ്റെടുത്തതിൽ ഏറെ സന്തോഷമുണ്ട്. നമ്മുടെ യുവജന പ്രസ്ഥാനം ഈ നാട്ടിലാകെ വളരെ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. കോവിഡിൻ്റെ വേളയിലും പ്രളയത്തിൻ്റെ കാലത്തുമൊക്കെ ഓർത്തഡോക്സ് യുവജന പ്രസ്ഥാനത്തിൻ്റെ പല പ്രവർത്തനങ്ങളിലും പങ്കാളിയാകാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ പല ക്യാമ്പുകളിലേക്കും ഭക്ഷണവും സഹായവുമൊക്കെ യുവജന പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകരോട് ആവശ്യപ്പെടുമ്പോൾ ഓടിയെത്തി ആരാണിത് ചെയ്യുന്നതെന്ന് പോലും അറിയിക്കാതെ ഏറ്റവും സ്നേഹത്തോടും ആത്മാർത്ഥതയോടും കൂടി ഓർത്തഡോക്സ് യുവജന പ്രസ്ഥാനത്തിൻ്റെ വിവിധ ദേവാലയങ്ങളിലെ ഇടവകളിലെ കുഞ്ഞുങ്ങൾ ചെയ്ത പ്രവർത്തനം ഞാൻ ഓർമ്മിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഒരു ദേവാലയത്തിലെ കുട്ടികൾ ഒരു വീട് വെച്ച് നൽകി. എനിക്കതിൽ പങ്കെടുക്കാൻ പറ്റിയില്ലെങ്കിലും പിന്നെ അവിടെ പോയിരുന്നു. അതുങ്ങൾ പറഞ്ഞിരുന്നു എത്രയോ നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങളാണ് ഈ കുട്ടികൾ ചെയ്യുന്നത്. അതാണ് ഈ കാലഘട്ടത്തിൽ നമ്മുടെ യുവത എങ്ങോട്ടാണ് പോകുന്നത്. ഞാൻ യൂണിവേഴ്സിറ്റി ബന്ധപ്പെടുമ്പോൾ അറിയാം, പുതിയ തലമുറ മയക്കുമരുന്നിൻ്റെയും മദ്യത്തിൻ്റെയും ഒക്കെ പുറകെ പോകുന്ന ഒരു വല്ലാത്ത കാലത്ത് ഇത്തരം മാതൃകാപരമായ പ്രവർത്തനം സംഘടിപ്പിക്കുവാൻ ഈ ആത്മീയതയുടെ നിറവിൽ നിൽക്കുന്ന ദേവാലയത്തിലെ യുവജന പ്രസ്ഥാനത്തിന് കഴിയുന്നത് ഏറെ സന്തോഷകരമാണ്. ആ വഴിയിലൂടെ ആ കുട്ടികൾ പോകട്ടെ. എല്ലാ യുവജനങ്ങളും എല്ലാ മേഖലയിലെയും ജാതി മത ഭേദമെന്നീ എല്ലാവരും പോകേണ്ട വഴിയാണ്. ഞാൻ പല സംഘടനകളുടെയും മീറ്റിങ്ങുകൾ പോകുമ്പോൾ അത് പറയാറുണ്ട്. യുവജനങ്ങൾ ഒരു കാലഘട്ടത്തിൽ മാതൃകയായിരുന്ന യുവത്വത്തെ എങ്ങോട്ടാണ് ഈ കാലഘട്ടത്തിൽ കൊണ്ടുപോകുന്നത് എന്ന ആശങ്ക നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. ഇവിടെ അഭിവന്ധ്യ ബാബാ തിരുമേനിയുടെ കൽപ്പന വായിച്ചു. അതുപോലെ ഇടവക മെത്രാപ്പൊലീത്തയുടെ കൽപ്പനയും വായിച്ചു. ഓണത്തെപ്പറ്റി, അശാന്തിയുടെ ഒരു ക്രിസ്തുമസിനെ പറ്റി ഇവിടെ സൂചിപ്പിച്ചു. അശാന്തിയാണ് ലോകത്താകെ. തിരപ്പിറവിയുടെ മണ്ണ് പോലും തോക്കുകളും ബോംബുകളും കഥ പറയുന്ന ദുഃഖകരമായ ഒരന്തരീക്ഷം. ഗാസ മുനമ്പുകളും ഗലീലിയ കടൽ തീരങ്ങളുമെല്ലാം ആശങ്ക ഉയർത്തുന്ന വേദനയുടെ അന്തരീക്ഷത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വേള. അവിടെ സമാധാനത്തിൻ്റെ ഒരു അന്തരീക്ഷമുണ്ടാകുവാൻ ഈ തിരുപ്പിറവിയുടെ ദിവസമെങ്കിലും കഴിയട്ടെ എന്നാണ് നമ്മൾ ആശിക്കുന്നത്. ആ തരത്തിൽ ദുഃഖങ്ങൾ ലോകത്താകെ പടർന്നു പന്തലിച്ചു കൊണ്ടിരിക്കുകയാണ്. യുദ്ധം ആരെയും വിജയിപ്പിക്കുന്നില്ല.
യുദ്ധം ഒരുപാട് കണ്ണുനീരിൻ്റെയും നൊമ്പരങ്ങളുടെയും വഴി മാത്രമേ തുറക്കുന്നുള്ളൂ. അവിടെയാണ് ലോകത്താകെ സമാധാനത്തിന് വേണ്ടി പിറന്ന ക്രിസ്തുദേവൻ്റെ തിരുപ്പിറവിയുടെ നാളിൽ തന്നെയാണ് നമ്മുടെ ഈ ദേവാലയത്തിൻ്റെ 90 വർഷം പൂർത്തീകരിക്കപ്പെടുന്നതും നവതി ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നതും അതിനോടനുബന്ധിച്ച് യുവജന പ്രസ്ഥാനം ഈ ഏറ്റവും പ്രതീകാത്മകമായ പ്രവർത്തനം സംഘടിപ്പിക്കുന്നത് സൗജന്യ മെഡിക്കൽ ക്യാമ്പ്. അതിനുവേണ്ടി തയ്യാറായ മാങ്ങാനം ആശുപത്രിയുടെ എല്ലാ ഡോക്ടർമാരോടും മാനേജ്മെൻറ്റിനോടുമുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഇവിടെ ഈ പരിപാടി സംഘടിപ്പിക്കുവാൻ മുൻകൈയെടുത്ത വന്ധ്യ പോളച്ചനും അതുപോലെ യുവജന പ്രസ്ഥാനത്തിൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പ്രത്യേകമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ മെഡിക്കൽ ക്യാമ്പ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. നിലവിളക്ക് തെളിയിക്കുന്നതിനായി അഡ്വക്കേറ്റ് റജി സക്രയെയും പോളച്ചനെയും മറ്റ് വിശിഷ്ടാതിഥികളെയും മുന്നോട്ട് ക്ഷണിക്കുന്നു. വെളിവു നിറഞ്ഞോരീശോ നിൻ വെളിവാൽ കാണുന്നു, വെളിവിയടിയാരകില ധാരമതാ വെളിവും നീ കാന്ത്യങ്ങളെ നീ ും ആശംസ അറിയിക്കുന്നതിനായി 7ാം വാർഡ് പഞ്ചായത്ത് മെമ്പർ ആയ ശ്രീമതി PS ഉഷാകുമാരിയെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഏറെ ബഹുമാനനായ ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ, ഏറെ ബഹുമാനായ പോളച്ചൻ, ഈ യോഗ ഉദ്ഘാടനം ചെയ്ത നമ്മുടെ പ്രിയപ്പെട്ട റെജി സാറ്, അതുപോലെ തന്നെ ഈ ക്യാമ്പ് ഇവിടെ നിന്ന് നടത്തുന്നതിനായി എത്തിച്ചേർന്നിരിക്കുന്ന ഡോക്ടർമാരുടെ പ്രതിനിധിയായ കിരൺ ഡോക്ടർ, മറ്റ് പ്രിയപ്പെട്ട കമ്മിറ്റി അംഗങ്ങൾ, ഏറെ പ്രിയപ്പെട്ട സാജു, എൻ്റെ പ്രിയപ്പെട്ട അധ്യാപകൻ കുട്ടി സാറ്, മറ്റ് കമ്മിറ്റി അംഗങ്ങൾ, ഏറെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഏറെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത്. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഈ 8 വർഷത്തിന് ഉള്ളിൽ ഇങ്ങനെയൊരു പരിപാടിയിൽ ഇവിടെ പങ്കെടുക്കുന്നത്. ഇന്നിവിടെ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തുകയാണ്. ഇവിടെ റെജി സാറ് പറഞ്ഞതുപോലെ നമ്മുടെ ഈ പ്രദേശത്തിന് ഏറെ ഗുണകരമായ ഒരു ക്യാമ്പാണ് ഇന്നിവിടെ നടത്തുന്നത്. സാധാരണ കണ്ണ് പരിശോധന കൊണ്ട് നമ്മൾ സാധാരണ അല്ലെ ജീവിതശൈലി രോഗനിർണയ ക്യാമ്പ് ഒക്കെയാണ് നടത്താറ്. എന്നാൽ ഇന്ന് മികച്ച ഡോക്ടർമാർ മന്ദിരത്തിൽ നിന്നും വന്ന് നല്ല ഒരു ക്യാമ്പാണ് ഇന്നിവിടെ നടത്തുന്നത്. ഞങ്ങളുടെ ചെറുപ്പം മുതൽ ഈ പള്ളിയുടെ പെരുന്നാളും മറ്റും എല്ലാ കാര്യങ്ങളിലും പങ്കെടുക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ 90ാം നവതി ദിനത്തിൽ എനിക്കിവിടെ നിൽക്കാൻ സാധിച്ചത്. എന്നാൽ എനിക്ക് ചില ബുദ്ധിമുട്ടുകളുണ്ട്. കാരണം ഈ നവതി ആഘോഷിക്കുന്ന ഈ സമയത്ത് നമ്മളുടെ ഈ റോഡിനെല്ലാം ഫണ്ട് അനുവദിച്ച് കിടപ്പുണ്ട്, പക്ഷേ പൂർത്തിയാക്കാൻ സാധിക്കുന്നില്ല. നിരന്തരം ഇവിടുത്തെ കമ്മിറ്റി അംഗങ്ങളൊക്കെ തന്നെ ഞാനുമൊക്കെ കോൺട്രാക്ടറെ വിളിച്ച് അത് പറയുന്നുണ്ട്. അത് നമ്മുടെ ഈ പെരുന്നാളിന് മുമ്പ് നടത്താൻ കഴിയണം എന്നുള്ള ആഗ്രഹത്തിലാണ് ഞാനിവിടെ നിൽക്കുന്നത്. അച്ഛനും നോക്കുന്നുണ്ട്. കാരണം നമ്മുടെ പള്ളിയുടെ മുമ്പിൽ വളരെ മോശമായ അവസ്ഥയിൽ ഇങ്ങോട്ട് പോരുമ്പോൾ വളരെ ദുഃഖമുണ്ട്. 2 റോഡിനും ഫണ്ട് അനുവദിച്ച് കിടക്കുക. പരന്നാമയിൽ കളപ്പുരക്കൽപ്പടി റോഡിനും ഈ ചെവുക്കുന്ന്
മധുരമറ്റം റോഡിനും ഫണ്ട് അനുവദിച്ച് കിടക്കുകയാണ്. അതിൻ്റെ എല്ലാ സെക്ഷൻ വർക്ക് കഴിഞ്ഞ് കിടക്കുകയാണ്. അതുകൊണ്ട് അഥവാ നമ്മുടെ പെരുന്നാളിന് മുമ്പ് ഇത് നടക്കാൻ സാധിച്ചില്ലെങ്കിൽ നിങ്ങൾ സദയം എന്നോട് ക്ഷമിക്കണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം ഓരോരോ സാങ്കേതിക തടസ്സങ്ങൾ കൊണ്ടാണ് അങ്ങനെ വന്നത്. നമ്മളുടെ ഈ ക്യാമ്പ് ഇന്നിവിടെ ഏറ്റെടുത്തിരിക്കുന്നത് യുവജന പ്രസ്ഥാനമാണ്. വളരെ നമ്മളുടെ കൂടെയുള്ള ആളുകളെ ചേർത്ത് നിർത്തി അവർക്ക് വേണ്ടി ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് എനിക്കറിയാം ഈ സമുദായം ഏറെ ശ്രമിക്കാറുണ്ട്. ഞങ്ങൾ നോക്കി നിന്ന് വളരെ ശ്രദ്ധയോടെ ഞാൻ നോക്കി നിൽക്കുക. കാരണം ചെറുപ്പം മുതൽ കുഞ്ഞുങ്ങളെ വിളിച്ച് പള്ളിയിൽ കൊണ്ടുവന്ന് അവരുടെ സ്വഭാവ രൂപീകരണത്തിൽ ഏറെ നല്ല ഒരു പങ്ക് വഹിക്കുന്ന സമുദായമാണ് ഞാൻ. ഈ സമുദായത്തെ വളരെയേറെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്. കാരണം ഇവിടെ ഇരിക്കുന്ന എല്ലാവരും എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ആളുകൾ തന്നെയാണ്. അപ്പം ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ്. കാരണം നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ആളുകളോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മളുടെ ഈ ക്യാമ്പിൽ പങ്കെടുക്കണം. നമുക്ക് ഈ രോഗം നമ്മൾ അറിയാം, നമ്മൾ സ്ത്രീകളൊക്കെ നമ്മളുടെ പരിപാടികളൊക്കെ ജോലിയൊക്കെ തീർത്ത് കഴിയുമ്പോൾ നമുക്ക് രോഗം എന്തെങ്കിലും ഉണ്ടോ എന്ന് പോലും കണ്ടുപിടിക്കാൻ നമുക്ക് സാധിക്കാറില്ല. ചിലപ്പോൾ നമ്മളുടെ തിരക്കിനിടയിൽ പെട്ടു. ഇപ്പോൾ ഇതുപോലുള്ള ക്യാമ്പുകളുണ്ടെങ്കിൽ അവിടെ വന്ന് നമ്മൾക്ക് പങ്കെടുത്ത് അത് കണ്ടുപിടിക്കുകയും അതിനനുസരിച്ച് നമ്മളുടെ ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോവുകയും ചെയ്യാൻ സാധിക്കുക, നമുക്ക് സുരക്ഷിതമാക്കാൻ സാധിക്കുക. അപ്പം നമ്മളുടെ ചുറ്റുവട്ടത്തുള്ള ആളുകൾക്കൊക്കെ ഉപകാരപ്രദമായ, നമ്മുടെ ഈ സഭയിലെ എല്ലാ അംഗങ്ങൾക്കും ഉപകാരപ്രദമായ ഈ ക്യാമ്പിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. താങ്ക് യു മെമ്പർ. അടുത്തതായി മന്ദിരം ആശുപത്രിയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ജനറൽ മെഡിസിൻ വിഭാഗത്തിൽ സുത്യർഹമായ സേവനമനുഷ്ഠിക്കുന്ന ഡോക്ടർ കിരൺ ഐ.കെയിനെ 2 വാക്ക് സംസാരിക്കുന്നതിനായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഗുഡ് മോർണിംഗ്. എൻ്റെ പേര് ഡോക്ടർ കിരൺ. ഞാൻ മന്ദിര ആശുപത്രിയിലെ ഡോക്ടറാണ്. അപ്പം ഇന്ന് ഈ ക്യാമ്പ് ഞങ്ങളോട് പറയുകയും മാനേജ്മെൻറ്റ് അത് സന്തോഷത്തോടെ അത് ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. നോബിനാണ്, ഞങ്ങളുടെ PRO ആണ് ഞങ്ങളെ ഈ വിവരം പറഞ്ഞിരുന്നത്. അപ്പം സമയപരിധി കൊണ്ടാണ് ഞങ്ങൾക്ക് ക്യാമ്പുകൾ കൂടുതൽ സമയത്തേക്ക് നടത്താൻ സാധിക്കാത്തത്. എന്നാലും ഈ ഒഴിവു ദിവസങ്ങളിൽ എൻ്റെ കൂടെ വന്നവരോടാണ് ഞാൻ കൂടുതൽ നന്ദി പറയുന്നത്. അവരുടെ ഒഴിവു സമയങ്ങളിൽ സമയം കണ്ടെത്തി ഇന്നിവിടെ ക്യാമ്പ് നടത്താൻ ഏവരും സന്തോഷത്തോടെ ഞങ്ങളോടൊപ്പം വന്നിട്ടുണ്ട്. ഞങ്ങളോടൊപ്പം ഫ്രീ ആയിട്ടുള്ള മരുന്നുകളും കാര്യങ്ങളും ഞങ്ങളുടെ ആശുപത്രിയിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് തീർച്ചയായും മരുന്നുകളും ഞങ്ങൾ ഫ്രീ ആയി തന്നെ നൽകുന്നതായിരിക്കും. ഇങ്ങനെ ഒരു ക്യാമ്പ് നടത്താനായിട്ട് ഞങ്ങളെ സമീപിക്കുകയും ഞങ്ങളെ സന്തോഷത്തോടെ വിളിക്കുകയും ചെയ്ത അച്ഛനോടും ഈ പള്ളിക്കാരോടും ഞാൻ സ്നേഹം അറിയിക്കുന്നു. താങ്ക് യു ഡോക്ടർ. കൃതജ്ഞത അർപ്പിക്കുന്നതിനായി യുവജന പ്രസ്ഥാനം ജോയിൻറ്റ് സെക്രട്ടറി സോന എൽസ സാജുവിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ത്രിയേക ദൈവത്തിൻ്റെ ധന്യനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ആദരണീയനായ വികാരി അച്ഛൻ, വേദിയിലിരിക്കുന്ന വിശിഷ്ട അതിഥികളെ, നവതി ആഘോഷത്തിൻ്റെ ഭാഗമായി യുവജന പ്രസ്ഥാനത്തിൻ്റെ ആഭിമുഖ്യത്തിൽ സെൻറ് ജോൺസ് ചെറിയ പള്ളിയിൽ ഇന്ന് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് കൂടുകയാണല്ലോ. ഇതിനുവേണ്ടി സഹകരിച്ച എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുക എന്നതാണ് എന്നിൽ നിക്ഷിപ്തമായ കർത്തവ്യം. ആദ്യമായി തന്നെ നമ്മുടെ ഇടവകയുടെ എല്ലാ കാര്യങ്ങൾക്കും ചുക്കാൻ പിടിക്കുന്ന, നമുക്ക് എന്നും ആക്റ്റീവായിട്ടുള്ള സപ്പോർട്ട് തരുന്ന നമ്മുടെ വികാരി റവറൻ ഫാദർ പോൾ എബ്രഹാം എടുത്തര അച്ഛനോടുള്ള നന്ദി യുവജന പ്രസ്ഥാനത്തിൻ്റെ പേരിൽ അറിയിച്ചുകൊള്ളുന്നു. അടുത്തതായി, തിരക്കുകൾക്കിടയിലും ഇന്നേ ദിവസം കറക്റ്റ് സമയത്ത് എത്തിച്ചേർന്ന് നമ്മുടെ ഒപ്പം ആയിരിക്കുവാനും ഈ മെഡിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യുവാനും ഇവിടെ എത്തിച്ചേർന്ന അഡ്വക്കേറ്റ് റജി സക്രിയ സാറിനോടുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. കൂടാതെ ഇന്നിവിടെ ആശംസ അറിയിച്ച നമ്മുടെ 7ാം വാർഡ് പഞ്ചായത്ത് മെമ്പറായ ഉഷ മെമ്പറിനോടുള്ള നന്ദി യുവജന പ്രസ്ഥാനത്തിൻ്റെ പേരിൽ അറിയിച്ചുകൊള്ളുന്നു. കൂടാതെ ഇന്ന് മന്ദിരം ആശുപത്രിയിൽ നിന്ന് എത്തിച്ചേർന്ന എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും വന്ന ഡോക്ടേഴ്സിനോടും സഹപ്രവർത്തകരോടുമുള്ള നന്ദി യുവജന പ്രസ്ഥാനത്തിൻ്റെ പേരിലും ചെറിയ പള്ളി പാമ്പാടിയുടെ പേരിലും അറിയിക്കുന്നു. അതുപോലെ തന്നെ ഇന്നിവിടെ എത്തിച്ചേർന്ന ഈ മെഡിക്കൽ ക്യാമ്പിന് സപ്പോർട്ട് തരാൻ എല്ലാവരും ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും, അതുപോലെ തന്നെ ഈ ക്യാമ്പിന് വേണ്ടി ഇന്നലെ ഇവിടെ വന്ന് പരിശ്രമിച്ച എല്ലാ ആത്മീയ സംഘടനകളോടും യുവജന പ്രസ്ഥാനം പ്രവർത്തകരോടും, അതുപോലെ തന്നെ ഈ ഇടവകയുടെ ട്രസ്റ്റി, സെക്രട്ടറി, കമ്മിറ്റി അംഗങ്ങൾ എല്ലാവരോടും ഉള്ള നന്ദി യുവജന പ്രസ്ഥാനത്തിൻ്റെ പേരിൽ അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.
സമ്മേളനം സമാപിക്കുകയാണ്. ഒരിക്കൽ കൂടി എല്ലാവരോടും, പ്രത്യേകിച്ച് ആശുപത്രിയിലെ ഡോക്ടർമാരെ ഡോക്ടർ കിരൺ ഓർപ്പിച്ചതുപോലെ, അവർക്ക് ആകെപ്പാടെ ഒരു ദിവസമാണ് ഒഴിവ് കിട്ടുന്നത്. ആ ദിവസം നമുക്ക് വേണ്ടി അവർ മാറ്റിവെച്ചു എന്നുള്ളത് വലിയൊരു ജനസേവനമാണ്. ആശുപത്രിയുടെ എല്ലാ പ്രവർത്തകരും, PR നോബിനോടും അതുപോലെ തന്നെ എല്ലാ ഡോക്ടർമാരോടും, അതുപോലെ നഴ്സുമാർ, മറ്റ് പ്രവർത്തകരോട് എല്ലാവരോടും ഉള്ളതായ നന്ദി ഇടവയ്ക്ക് വേണ്ടി ഒരിക്കൽ കൂടി അറിയിക്കുന്നു. ഇപ്പോൾ കൈമുത്തുന്നു. അതിനുശേഷം ആശുപത്രിയിലെ ക്യാമ്പ് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് രോഗികൾക്ക് കാണാവുന്നതാണ് എന്നുള്ള കാര്യം അറിയിക്കുകയും ചെയ്യുന്നു.